നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയോജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ തൃശൂർ അരുമ്പൂർ പഞ്ചായത്ത്. 1000 പേർക്ക് പരിശീലനം. സഹായത്തിന് വോളണ്ടിയർമാർ വിളിപ്പുറത്തുണ്ടാകും. പത്തനാപുരം കരിയോട്ടുമലയിലെ ആദിവാസികൾക്ക് വീട് സ്വപ്നം മാത്രമോ? 12 വർഷമായി ഊരിലെ വീട് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി കുടുംബങ്ങൾ. നവീകരിച്ച താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ ഉദ്ഘാടനം നാളെ. പുതിയ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കേരളത്തിലെ കൃഷിരീതികളെക്കുറിച്ച് പഠിച്ച അമേരിക്കൻ സംഘം. ഗവേഷക വിദ്യാർത്ഥികൾ തൊടുപുഴയിലെത്തി. മലങ്കര എസ്റ്റേറ്റിലെ പൈനാപ്പിൾ തോട്ടം സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആധുനിക രീതിയിൽ നവീകരിച്ച താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ ഉദ്ഘാടനം നാളെ. പുതിയ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിക്കും. 5.5 കോടി രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത്. 5 കോടി രൂപ ചെലവഴിച്ച് കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല വല്ലത്തായിപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 15-ന് നടക്കും. രാവിലെ 11 മണിക്ക് കാരമൂല അങ്ങാടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. പുതുതായി നവീകരിച്ച റോഡും പുതുതായി നിർമ്മിക്കുന്ന പാലവും കാരശ്ശേരി തിരുവമ്പാടി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. രണ്ട് പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെയും തിരുവമ്പാടിയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രവൃത്തികളും ഏറ്റവും അനിവാര്യമായ പ്രവൃത്തികളാണ്. തിരുവമ്പാടിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ മുക്കത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്ന അതിമനോഹരമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 5.5 കോടി രൂപ മുടക്കി നവീകരിച്ച ഒരു ബൃഹത്തായ പദ്ധതിയാണ് തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡ്. എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടിയിട്ടാണ് പ്രസ്തുത റോഡ് നവീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന വെന്റ് പൈപ്പ് പാലത്തിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് വെന്റ് പാലത്തിന് പകരം പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ തൂണുകളുടെ പ്രവൃത്തിയും അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ പ്രവൃത്തി നടത്തുന്നതും. ന്യൂസ് 18 തിരുവമ്പാടി. ഇടുക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം 16-ന് M. മണി MLA നിർവഹിക്കും. 2000-ലാണ് പൂപ്പാറ കുമളി സംസ്ഥാന പാതയോട് ചേർന്ന് ശാന്തൻപാറയിൽ സ്ഥലമേറ്റെടുത്ത ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചത്. പഞ്ചായത്തിന്റെ ആസ്തി, വികസന ഫണ്ട്, MLA, MP ഫണ്ടുകൾ എന്നിവ ഉൾപ്പെടെ 60 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. കംഫർട്ട് സ്റ്റേഷനും കടമുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി. എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ വർഷങ്ങളോളം സ്റ്റാൻഡ് ഉപയോഗശൂന്യമായി കിടന്നു. ഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതും സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തടസ്സമായി. ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കാത്തതിന് പ്രതിഷേധം ശക്തമായതോടെ മുൻ ഭരണസമിതി യോഗം ചേർന്ന് RTOയ്ക്ക് കത്ത് നൽകി. ബസ് സ്റ്റാൻഡിൽ ഷെൽട്ടറും സൂചനാ സംവിധാനങ്ങളും ഒരുക്കിയാൽ അനുമതി നൽകാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകണമെന്നും ആവശ്യം ഉയർന്നു. ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് പഞ്ചായത്ത് കത്ത് നൽകുകയും ചെയ്തു. ഈ മാസം 16-ന് ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ ബസ് സ്റ്റാൻഡ് നാടിനായി സമർപ്പിക്കും. ന്യൂസ് 18 നെടുങ്കണ്ടം. നിരവധി തവണ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപനം നടത്തിയ മുരിക്കാശ്ശേരി ബൈപ്പാസ് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമായില്ല. മുരിക്കാശ്ശേരി പാപനാത്മ കോളേജ് വഴിയിൽ നിന്നും പോലീസ് സ്റ്റേഷൻ വഴി കരിമൺ റോഡിലേക്ക് എത്തുന്ന പ്രധാന സമാന്തര പാതയാണ് പണി തീരാതെ കിടക്കുന്നത്. വാത്തിക്കുടി പഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരി ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാവുമ്പോൾ ഏക സഞ്ചാരമാർഗം ഈ പാതയാണ്. 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് നിരവധി തവണ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ പലപ്പോഴും വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ വാഗ്ദാനം പാഴ്വാക്കായതല്ലാതെ റോഡ് പൂർത്തിയാക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാന ഗവൺമെന്റ് വരെ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സ്ഥലത്തെ MLAയും മന്ത്രിയുമായിരിക്കുന്ന ആള് നിരവധി തവണ മുരിക്കാശ്ശേരി പ്രഖ്യാപിച്ചാണ് ഈ റോഡ് പൂർത്തീകരിക്കുന്നത്. നാളിതുവരെയായിട്ടും ഈ റോഡ് പൂർത്തീകരിച്ചിട്ടില്ല. അടിയന്തരമായി ഈ റോഡ് പൂർത്തീകരിക്കുന്നതിനുള്ള ക്രമീകരണം ഈ നാട്ടിലെ വാത്തിക്കുടി പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സഞ്ചരിക്കുന്ന ആളുകളോടുള്ള പ്രതിബദ്ധത ഉണ്ടെങ്കിൽ
മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണം ഉണ്ടാകണം. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന ഈ വഴിയോരം ജനവാസ മേഖല കൂടിയാണ്. ചെറിയൊരു മഴ പെയ്താൽ ഇതുവഴി കാൽനട യാത്ര പോലും കഴിയാതെയാകും. ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന മുരിക്കാശ്ശേരി ബൈപ്പാസ് പൂർത്തിയാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കഷ്ടതകൾ അനുഭവിക്കുന്ന വയോജനങ്ങളെ സംരക്ഷിക്കാൻ സ്ഥിര സംവിധാനമൊരുക്കി തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത്. ഇതിനായി തദ്ദേശീയരായ 1000 പേർക്കാണ് പഞ്ചായത്ത് പരിശീലനം നൽകുന്നത്. 30 വീടുകൾക്ക് 2 വോളണ്ടിയർ എന്ന കണക്കിൽ പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും ഇനി ആരോഗ്യ സംരക്ഷണത്തിനും സഹായത്തിനും വോളണ്ടിയർമാർ വിളിപ്പുറത്തുണ്ടാകും. സന്തോഷകരമായ വാർദ്ധക്യം, ഏകാന്തതയിൽ ഒരു കൈത്താങ്ങ്. ഇതാണ് വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി അരിമ്പൂർ പഞ്ചായത്തിൽ രൂപം കൊണ്ട വയോസേവന കമ്മിറ്റിയുടെ ലക്ഷ്യം. 2021 കേരള സർക്കാരിന്റെ പ്രഥമ വയോസേവന പുരസ്കാരം നേടിയ പഞ്ചായത്താണ് അരിമ്പൂർ. 2019 ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പഞ്ചായത്തിലാകെ 5014 വയോജനങ്ങളാണുള്ളത്. ഇതിൽ 1248 പേർ വീടിനകത്തു മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നവരാണ്. 306 പേർ കിടപ്പ് രോഗികളാണ്. ഉറ്റവരും ഉടയവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് സഹായിയായി വോളണ്ടിയർമാരുടെ സംഘം ഇനിയുണ്ടാകും. പഞ്ചായത്തിലെ 34 അങ്കണവാടികൾ, 246 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, 10 ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 30 മുതൽ 40 വീടുകൾക്ക് 2 വോളണ്ടിയർമാർ എന്ന കണക്കിലാണ് സേവനം. ഇതിനായുള്ള വോളണ്ടിയർമാർക്കുള്ള ആദ്യദിന പരിശീലനം നടന്നു. ഫെബ്രുവരി മാസത്തോടെ 1000 വോളണ്ടിയർമാർ പരിശീലനം നേടി കർമ്മപഥത്തിലുണ്ടാകുമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും പദ്ധതിയുടെ കോർഡിനേറ്ററുമായ VK ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഈ 1000 വളണ്ടിയർമാരെ സേവനം ആവശ്യമായുള്ള കുടുംബങ്ങളിലേക്ക് സർവീസ് നൽകുന്നതിന് വേണ്ടി എത്തിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്ന പ്രവർത്തനം. 1248 പേർ നമ്മുടെ സർവേയുടെ ഭാഗമായിട്ട് വീട്ടിൽ മാത്രം സഞ്ചരിക്കാൻ ശേഷിയുള്ളവരായി കണ്ടെത്തിയിരിക്കുന്നു. 300-ലേറെ പേർ കിടപ്പ് രോഗികളായിട്ടുണ്ട്. ഇങ്ങനെ 1500-ലധികം പേർക്ക് സേവനം ആവശ്യമുള്ളവരായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് സേവനം കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമായി കണ്ടെത്തിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു സർവീസ് കുടുംബങ്ങളിൽ എത്തിക്കാനായി ഒരു പഞ്ചായത്ത് സംവിധാനം തയ്യാറാവുന്നത്. കേരള ആരോഗ്യ സർവകലാശാല, ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവരാണ് ഇതിനാവശ്യമായ അക്കാദമിക് പരിശീലനം നൽകുന്നത്. വോളണ്ടിയർമാർക്കുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനം മുരളി പേരുനെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡ് അംഗങ്ങളായ സൽജ സന്തോഷ്, ജില്ലി വിൽസൺ, CP പോൾ, PA ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ. 12 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാകാതെ പത്തനാപുരം കുരിയോട്ടുമലയിലെ ആദിവാസി ഊരിലെ വീടുകൾ. സാങ്കേതികതയുടെ പേരിൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ വീട് എന്ന സ്വപ്നവുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനാണ് പത്തനാപുരം താലൂക്കിലെ കുരിയോട്ടുമലയിൽ മോഡൽ കോളനി എന്ന പദ്ധതി തയ്യാറാക്കുന്നത്. വാസയോഗ്യമല്ലാത്തതും കുടിവെള്ളക്ഷാമമുള്ളതുമായ സ്ഥലമാണ് നൽകിയതെന്ന ആക്ഷേപം തുടക്കത്തിൽ തന്നെ ഉയർന്നെങ്കിലും മറ്റു നിവൃത്തിയില്ലാതെ ഇവർ ഇവിടുത്തെ ജീവിത സാഹചര്യത്തോട് പൊരുത്തപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി 24 വീടുകളുടെ നിർമ്മാണം ഇവിടെ നടന്നുവരികയാണ്. പോലീസ് ഹൗസിംഗ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഒരു വീട് പോലും പൂർത്തിയാക്കി താക്കോൽ നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 24 വീട്, ഇത് മോഡൽ കോളനിക്കകത്ത് 24 വീട് കിടപ്പുണ്ട്. 24 വീടിൻ്റെ പണി പൂർത്തിയായി കിടക്കുക. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇനി അടുപ്പും വെക്കണം, സർവീസ് വയറും കൊടുക്കണം, വയറിങ് എല്ലാം തീർന്നു കിടക്കുക. ഇത് എന്ന് പറഞ്ഞാൽ കുറേ നാൾ കൊണ്ട് 2012 തൊട്ട് ഈ വീട് പണി തുടങ്ങിയാണ്. 2012 തൊട്ട് ഈ വീട് പണി ഇങ്ങനെ കാഴ്ചവസ്ഥ ആട്ടിയിട്ടേക്കുന്നല്ലാതെ ഇവിടെ കിടക്കുന്ന പാവങ്ങൾക്ക് ഉപകാരപ്പെടുക ഉള്ള മാർഗ്ഗമല്ല ചെയ്തു കൊടുത്തേക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ഒരു കുടിവെള്ള പദ്ധതി മാത്രമാണ് കുടുംബങ്ങളുടെ ഏക ആശ്രയം. പ്രളയകാലത്ത് വീടുകൾ വാസയോഗ്യമാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ട്രൈബൽ ഓഫീസിൽ കയറി ഇറങ്ങിയെങ്കിലും നിലവിലെ കുടിലിൽ തന്നെ തുടരാനാണത്രേ നിർദ്ദേശിച്ചത്. ഇപ്പോൾ സർവേരൊക്കെ വന്ന് പല പ്രാവശ്യമായി നോക്കിയിട്ട് പോകണതല്ലാതെ ഇനിയിപ്പോൾ കല്ല് കൊണ്ടുവന്ന് അളന്ന് ഇടാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഇപ്പോഴും വീടിന് ആവശ്യം കയറി താമസിക്കണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ സമയത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല. 24 വീടുകളുടെയും പ്ലാസ്റ്ററിംഗ് ബാക്കി നിൽക്കുകയാണ്. സിറ്റൗട്ടിൽ മാത്രമാണ് ടൈൽ പാകിയിട്ടുള്ളത്. വീടുകളുടെ അകവശവും അടുക്കളയുടെ നിർമ്മാണവും പൂർത്തിയാക്കാനുണ്ട്. പ്ലംബിങ്ങും വയറിങ്ങും കഴിഞ്ഞ് കിടക്കുകയാണെങ്കിലും സാങ്കേതികതയുടെ പേരിൽ കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആദിവാസി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി പ്രതിവർഷം കേരള സർക്കാരുകൾ കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത്. എന്നാൽ ആ തുക ഇത്തരം വിഭാഗക്കാർക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് കാട്ടിത്തരുന്ന ദൃശ്യങ്ങളാണ് ഇവിടെയുള്ളത്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ.
7 വയസ്സുകാരൻ കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ 4.5 കിലോമീറ്റർ നീന്തിക്കടന്നു. സത്വിക് സന്ദീപാണ് ആ കൊച്ചുമിടുക്കൻ. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സത്വിക് ഇടം പിടിച്ചു. 1 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ടാണ് സത്വിക് സന്ദീപ് റെക്കോർഡ് നേട്ടത്തിലേക്ക് നീന്തി കയറിയത്. രാവിലെ 8:40 കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്ക് നീന്തിയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. 2 കൈകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് സത്വിക് സന്ദീപ്. കോതമംഗലം ഡോൾഫിൻ ക്ലബിലെ പരിശീലനമാണ് സത്വിക്കിന് കരുത്തു പകർന്നത്. കോതമംഗലം പിടവൂർ തുരുത്തിക്കാട്ട് വീട്ടിൽ സന്ദീപ് ജി നായരുടെയും അഞ്ജലി സന്ധ്യയുടെയും മകനാണ് സത്വിക്. കോതമംഗലം ഇന്റർനാഷണൽ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് മുനിസിപ്പൽ ചെയർമാൻ PT സുഭാഷ്, കൌൺസിലർ ബിന്ദു ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഫ്ളാഗ് ഓഫ്. സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം കൈകളിലെ ബന്ധനം അരൂർ MLA ദലീമ ജോജോ അഴിച്ചുമാറ്റി. അനുമോദന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രജിത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ വാരപ്പെട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ, സ്കൂൾ പ്രിൻസിപ്പൽ ജിൻസ് പുളിക്കൽ എന്നിവരും ആശംസകൾ അറിയിച്ചു. സാഹസിക യാത്രയെ സ്വീകരിക്കുവാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് 18 കോതമംഗലം. പട്ടാമ്പിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ വാർഷികാഘോഷം സാന്ത്വന സ്പർശമായി. മരുതോട് ബഡ് സ്കൂളിൽ സ്നേഹവിരുന്നോടുകൂടിയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബ് ഇക്കൊല്ലം വാർഷികം ആഘോഷിച്ചത് മരുതൂർ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു. സംസ്ഥാന കലോത്സവ ജേതാക്കളായ ശ്രീരാമിന്റെ ഓടക്കുഴൽ, ശ്രീഹരിയുടെ തബലവാദനം എന്നിവയോടെയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത്. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റുകൾ വിതരണം ചെയ്തു. മുരളീധരൻ വെള്ളരിമഠം അവതരിപ്പിച്ച മാജിക് ഷോ കുട്ടികൾക്ക് നവ്യാനുഭവമായി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് K മധുവിന്റെ അധ്യക്ഷതയിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഒരു കാലത്ത് ഭിന്നശേഷി മേഖല വളരെയേറെ പരിഗണന കുറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി വലിയ മാറ്റം ഭിന്നശേഷി മേഖലയിൽ വന്നു. പ്രത്യേക പരിഗണന ആവശ്യമാണെന്നും പരിശീലനം ആവശ്യമാണെന്നും അതിലൂടെ നല്ല ക്വാളിറ്റിയുള്ള ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് നയിക്കാൻ കഴിയുമെന്നും ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പൊ ഈ മറ്റ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, ഒരുപാട് മാറ്റം ഈ കുട്ടികളിൽ പലരെയും എനിക്കറിയാം. അവർ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലെയല്ല ഇന്ന്. വലിയ മാറ്റം മറ്റ് സ്കൂളിലൂടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് എല്ലാവർക്കും ഒരു കടമയും കടപ്പാടുണ്ട്. ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമായി വിരുന്നും ഒരുക്കിയിരുന്നു. അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ മറുകരയിലുള്ള നായ്ക്കുന്ന് നിവാസികൾക്ക് പുറം ലോകത്ത് എത്തണമെങ്കിൽ ജലാശയത്തിലൂടെ വള്ളത്തിൽ യാത്ര ചെയ്യണം. അപകടകരമായ യാത്ര ഒഴിവാക്കാൻ നായ്ക്കുന്നിൽ നിന്ന് കല്ലാർകുട്ടി റേഷൻ കട സിറ്റിയിലേക്ക് തൂക്കുപാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം സർക്കാർ അവഗണിക്കുകയാണ്. കല്ലാർകുട്ടി ഡാമിന്റെ മറുകരയായ നായ്ക്കുന്നിലെ ജനങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ ഏക യാത്രാമാർഗം ഈ വള്ളമാണ്. കുട്ടികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. മഴക്കാലത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതോടൊപ്പം കാറ്റും ശക്തമാകും. ഇതോടെ വള്ളത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടകരമാണ്. നായ്ക്കുന്നിൽ നിന്നും റേഷൻ കട സിറ്റിയിലേക്ക് തൂക്കുപാലം നിർമ്മിക്കുമെന്ന് നാട്ടുകാർ പതിറ്റാണ്ടുകളായി ആവശ്യപ്പെടുന്നെങ്കിലും സർക്കാർ ഇതൊന്നും പരിഗണിച്ചിട്ടില്ല. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കടത്തില്ലാതെ ഇങ്ങനെ ഈ പഞ്ചായത്തോടെ ഇങ്ങനെ കടന്നു വന്ന് മടുത്തു. നമുക്കൊരു പാലില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കൃഷിക്കാരനായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ മാർക്കില്ലാത്തതുകൊണ്ട് ജീവിച്ചു പോകണം. അതിനും വരെ ആത്മഹത്യ ചെയ്യുന്നൊരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ ജീവിതം. മഴയത്ത് 350 ദിവസമില്ല വെള്ളം, അല്ലാതെ വേറൊരു മാർഗമില്ല. ഈ വെള്ളം കിടക്കാതെ ഇവിടെ ഒരു 100-200 പേരില്ല കടന്നു പോകേണ്ട സ്ഥിരം ഒരു വെള്ളക്കട വരും. പക്ഷേ എല്ലാവർക്കും ആശ്രയം ഈ വെള്ളം മാത്രമാണ്. പല ആൾക്കാരും വന്ന് അന്വേഷിച്ചിട്ട് പോകും. പക്ഷേ നമുക്കത് ഒരു സർക്കാരിൽ നിന്നൊരു അനുകൂലം കണ്ടില്ല. അങ്ങനെയായി പോയി.
ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻ കോവിലിലും ഇത്തരത്തിൽ തൂക്കുപാലങ്ങളുണ്ട്. ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടും മറ്റ് യാത്രകൾക്ക് ശേഷവും വൈകി തിരികെ എത്തുന്നവർക്ക് വള്ളത്തിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ കാലങ്ങളായി നായ്ക്കുത്ത് നിവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാവുന്നതോടൊപ്പം കല്ലാർകുട്ടിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും. നായ്ക്കുന്നിൽ തൂക്കുപാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഇടപെടൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഉപയോഗിക്കാത്ത കുടിവെള്ള കണക്ഷന് കൂടുതൽ തുകയുടെയും ഉപയോഗിച്ചവർക്ക് കുറവ് തുകയുടെയും ബില്ലുകൾ നൽകി വാട്ടർ അതോറിറ്റി. ഒറ്റപ്പാലം ചുനങ്ങാട്ട് ഒരേ ദിവസം കണക്ഷൻ ലഭിച്ച കുടുംബങ്ങൾക്കാണ് വിചിത്ര ബില്ലുകൾ കിട്ടിയത്. ഒറ്റപ്പാലം ചുനങ്ങാട് നിള ലൈനിലെ 22 വീടുകൾക്ക് ഒരേ ദിവസമാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ വാട്ടർ കണക്ഷൻ ലഭിച്ചത്. കഴിഞ്ഞ വർഷം പകുതിയോടെ ലഭിച്ച കണക്ഷനിൽ വെള്ളമെത്തിയത് പിന്നെയും 2 മാസം കഴിഞ്ഞാണ്. തുടർന്ന് അടുത്ത കാലത്ത് വന്ന ആദ്യ ബില്ലിലാണ് വിചിത്രമായ രീതിയിൽ തുക രേഖപ്പെടുത്തിയിട്ടുള്ളത്. 0 ഉപഭോഗം കാണിച്ചിട്ടുള്ള മീറ്ററുകളിൽ 420 രൂപയുടെ ബില്ല് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മീറ്ററിൽ ഉപഭോഗം കാണിച്ചിട്ടുള്ള ഉപഭോക്താക്കൾക്ക് 2 മാസത്തെ മിനിമം തുകയായ 148 രൂപയുടെ ബില്ലുമാണ് ലഭിച്ചിട്ടുള്ളത്. ഉപയോഗിക്കാത്ത കുടുംബങ്ങൾക്ക് 2 മാസത്തെ ജലം ഉപയോഗിച്ചതിന് 360 രൂപയും അഡീഷണൽ തുകയായി 60 രൂപയും ബില്ലിൽ കാണിച്ചിരിക്കുന്നു. ഉപയോഗിച്ചവർക്ക് 144 രൂപയും അഡീഷണൽ തുകയായി 4 രൂപയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബില്ലിലുള്ള വ്യത്യാസം പരിഹരിച്ചു കിട്ടാൻ ജല അതോറിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് കുടുംബങ്ങൾ. ജൂലൈ അവസാന വാരമാണ് വെള്ളം പൈപ്പ് ലൈനിലൂടെ വരാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് വന്ന ബില്ല് വെള്ളം ഉപയോഗിക്കാത്ത വീടുകൾക്ക് 0 മീറ്റർ റീഡിംഗ് ഉള്ള വീടുകൾക്ക് 420 രൂപയും അതല്ലാതെ വെള്ളം ഉപയോഗിച്ച മീറ്റർ റീഡിംഗ് കാണിക്കുന്ന ബില്ലുകൾക്ക് 124 രൂപയും എന്ന രീതിയിലാണ് ബില്ല് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ദിവസം കണക്ഷൻ തരികയും ഒരേ ദിവസം വെള്ളം വരികയും ചെയ്ത വീടുകളിലാണ് 2 തരത്തിലുള്ള ബില്ലുകൾ വാട്ടർ അതോറിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ജല അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ കണക്ഷൻ കൊടുത്ത് ടാഗ് ചെയ്തതിൽ വന്ന വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. അധികം വന്ന തുക ഒഴിവാക്കാൻ വേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകിയതായും അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് 18 ഒറ്റപ്പാലം. കേരളത്തിലെ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാൻ അമേരിക്കൻ ഗവേഷക വിദ്യാർത്ഥികൾ തൊടുപുഴയിലെത്തി. വിദ്യാർത്ഥികൾ തൊടുപുഴ മലങ്കര എസ്റ്റേറ്റിലെ പൈനാപ്പിൾ തോട്ടം സന്ദർശിച്ചു. അമേരിക്കയിലെ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടിക്കൾച്ചർ ഗവേഷക വിദ്യാർത്ഥികളാണ് പഠന സന്ദർശനത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന് സമീപത്തെ പൈനാപ്പിൾ തോട്ടത്തിലെത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 14 പേർ സംഘത്തിലുണ്ടായിരുന്നു. കൃഷിയിടത്തിലെത്തിയ വിദ്യാർത്ഥി സംഘം കർഷകരിൽ നിന്ന് കൃഷിരീതികളെക്കുറിച്ചും അവയ്ക്കായി അവലംബിക്കുന്ന മാർഗങ്ങൾ, സംസ്കരണം, മാർക്കറ്റ് കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. കേരളത്തിലെ സ്ഥലങ്ങളും കാർഷിക വിളകളും ഏറെ കൗതുകവും താൽപ്പര്യവും ഉണർത്തിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. പ്രൊഫസർമാരായ അജയ് നായർ, ആലിസൺ റോബർട്ട്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സംഘത്തിലുള്ള കുറ്റിപ്പുറം സ്വദേശിയായ അജയ് നായർ കഴിഞ്ഞ 21 വർഷമായി അയോവ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ഈ 12 പിള്ളേർ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്, അതും നാട്ടിലേക്ക് ഫസ്റ്റ് ടൈം. അപ്പോൾ അവരുടെ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ, അതായത് 1st January, അത് നാട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഇയർ ഫോർ ദം. ആൻഡ് അവർ പഠിക്കുന്നു, ക്രോപ്പിനെ കുറിച്ചിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ക്രോപ്പ് മാത്രമല്ല, ഇവിടുത്തെ ഭക്ഷണം, ഫുഡ്, ഇവിടുത്തെ ട്രഡീഷൻസ്, ഇവിടുത്തെ കൾച്ചർ, അതൊക്കെ പഠിക്കുന്നത് അവർക്ക് ഭാവിയിൽ നല്ലതാണ്. എറണാകുളത്തെ പൊക്കാളി കൃഷി, നെല്ല്, മൂന്നാർ തേയിലത്തോട്ടം, കുമളി ഏലം എസ്റ്റേറ്റ് എന്നിവയും ഇതിനോടകം സംഘം സന്ദർശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 31 കേരളത്തിലെത്തിയ സംഘം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് നാളെ മടങ്ങും. ന്യൂസ് 18 ഇടുക്കി. പോത്തുപൂട്ട് മത്സരത്തിൽ തുടർച്ചയായ വിജയം കൈവരിച്ചിരിക്കുകയാണ് ബാവ ഹാജി എന്ന 71-കാരൻ. മലപ്പുറം കൽപ്പകഞ്ചേരി കിഴക്കേപ്പാറ സ്വദേശിയായ ബാവ ഹാജിയുടെ 3 ഉശിരൻ പോത്തുകളാണ് പങ്കെടുത്ത 4 മത്സരങ്ങളിൽ 3 വിജയം കൈവരിച്ചത്. കൽപ്പകഞ്ചേരി സ്വദേശി ബാവ ഹാജിയുടെ വീടിനോട് ചേർന്നുള്ള പീഠങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന 3 ട്രോഫികളാണുള്ളത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി നടന്ന വിവിധ പോത്തുപൂട്ട് മത്സരത്തിൽ തന്റെ 3 ഉശിരൻ പോത്തുകളുമായി മത്സരിച്ച് വിജയിച്ചതിന്റെ സമ്മാനങ്ങളാണ് ഇത്. മഞ്ചേരി പയ്യനാട് നടന്ന പോത്തുപൂട്ട് മത്സരത്തിൽ 1-ാം സ്ഥാനവും, വല്ലപ്പുഴ ചുരത്തിൽ നടന്ന മത്സരത്തിൽ 2-ാം സ്ഥാനവും, കരിങ്കല്ലത്താണിയിൽ നടന്ന മത്സരത്തിൽ 3ഉം 5ഉം സ്ഥാനങ്ങളുമാണ് ബാവ ഹാജിയുടെ പോത്തുകൾ നേടിയത്. ഇപ്പോൾ ഞാൻ പയ്യനാട്, മഞ്ചേരി അടുത്ത് പയ്യനാട്, അവിടുത്തതാണ് ഈ വലിയ കപ്പ്. പിന്നെ ഇന്നലെ കിട്ടിയതാണ് ചൂരക്കോട് വല്ലപ്പുഴ അടുത്ത്. പിന്നെ മറ്റേത് മാത്ര, മറ്റേ താഴെക്കോട് അടുത്ത് പെരുന്തൽമണ്ണ.
ചെറുപ്പം മുതലേ ഇത്തരം മത്സരങ്ങളിൽ താൽപ്പര്യമുള്ള ആളായിരുന്നു 71-കാരനായ ബാവ ഹാജി. കർഷക കുടുംബത്തിൽ ജനിച്ച ബാവ ഹാജിക്ക് പിതാവിൽ നിന്നുമാണ് പോത്തുപൂട്ട് മത്സരങ്ങളോടുള്ള കമ്പം തുടങ്ങിയത്. അത് മുതിർന്നപ്പോഴും തുടർന്നു. ബാവ ഹാജി, കുഞ്ഞുട്ടി, കുഞ്ഞിപ്പ എന്നിവരുടെ കയ്യിൽ നിന്നുമാണ് 3 പോത്തുകളെ ബാവ ഹാജി വാങ്ങിയത്. ഇവയാണ് തുടർച്ചയായ നേട്ടം കൊണ്ടുവന്നത്. താല്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷിക്കാരാണ് പൂർവികമായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ പാടത്ത് ഈ പൂട്ടലും ഈ നന്നാക്കലും ഈ തൊളിയും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് പ്രചോദനം കിട്ടും. പിന്നെ സ്കൂളിൽ പഠിക്കണമെന്ന് 8 മുതൽ തന്നെ ഇതിന് അവിടെ നല്ല ഇതുണ്ടെങ്കിൽ ഇവിടെ പോവില്ല, ഞാൻ എവിടെയും പോവില്ല, സ്കൂളിലൊന്നും പോവില്ല. ഇതിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. മുതിര, നാടൻ കോഴി തുടങ്ങിയ ഭക്ഷണങ്ങളാണ് പോത്തുകൾക്ക് നൽകി വരുന്നത്. കൂടാതെ പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട്. തുടർച്ചയായ നേട്ടം കൂടിയായതോടെ പോത്തുപൂട്ട് മത്സരത്തിൽ കൂടുതൽ ആവേശത്തിലാണ് ബാവ ഹാജി. ഇനിയുള്ള മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 മലപ്പുറം. ശശിധരനും പുഷ്പവല്ലിക്കും അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ ഇനി തലചായ്ക്കാം. സേവാഭാരതി കായംകുളം കൃഷ്ണപുരം പഞ്ചായത്തിൽ നിർമ്മിച്ചു നൽകിയ 4ാമത്തെ വീടാണ് ഇത്. കായംകുളം കൃഷ്ണപുരം പഞ്ചായത്തിൽ ദേശത്തിനകം 1-ാം വാർഡിൽ ആദ്യകാട്ട് വീട്ടിൽ ശശിധരൻ പുഷ്പവല്ലി ദമ്പതികൾക്കാണ് സേവാഭാരതി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകിയത്. അടച്ചുറപ്പില്ലാത്ത പ്ലാസ്റ്റിക് ഷീറ്റുകളാൽ മൂടപ്പെട്ട മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒറ്റമുറി വീട്ടിലായിരുന്നു പ്രായപൂർത്തിയായ 2 പെൺമക്കളടക്കമുള്ള ഈ കുടുംബം കഴിഞ്ഞുപോകുന്നത്. കൃഷ്ണപുരം സേവാഭാരതി പ്രവർത്തകർ ഇവരുടെ വീടിന്റെ ശോചനീയാവസ്ഥ അറിഞ്ഞതിനെ തുടർന്നാണ് ദേശീയ സേവാഭാരതിയുടെ തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. വീടിന്റെ താക്കോൽദാനം ക്ഷേത്രീയ സഹകാര്യവാഹും ജന്മഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ എം രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ സേവാഭാരതി പഞ്ചായത്ത് തല പ്രസിഡന്റ് കുഴിത്തറ രാജേന്ദ്രൻ അധ്യക്ഷനായി. രക്ഷാധികാരി PR വിനോദ് ശ്രീശക്തി സ്വാഗതം പറഞ്ഞു. സേവാഭാരതി ജില്ലാ സെക്രട്ടറി പി ശ്രീജിത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ സഹകാരി വാക് സതീഷ്, BJP കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ, മടത്തിൽ ബിജു, ശരത് പാട്ടത്തിൽ, ജ്യോതികുമാർ, സെക്രട്ടറി N ഹർഷകുമാർ, ട്രഷറർ S ദിലീപ് കുമാർ, സിന്ധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. മകര സംക്രമ സന്ധ്യയിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 15-ന് സന്നിധാനത്ത് എത്തിച്ചേരും. പന്തളത്ത് നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 12:53-നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗം മരിച്ചതിനാൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ഇക്കുറി രാജപ്രതിനിധി പങ്കെടുക്കുന്നില്ല. രാവിലെ 7 മണിക്ക് ഭക്തർക്ക് ദർശനത്തിനായി തിരുവാഭരണ പേടകങ്ങൾ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും കൊട്ടാരത്തിന് സമീപമുള്ള പുത്തൻ മേടത്താഴിയിൽ താൽക്കാലികമായി ക്രമീകരിച്ച പന്തലിലേക്ക് മാറ്റി. തുടർന്ന് ഘോഷയാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് 12:50-ന് ക്ഷേത്രം മേൽശാന്തി പേടകങ്ങളിൽ നീരാഞ്ജനം ഒഴിഞ്ഞ് ചടങ്ങുകൾ പൂർത്തിയാക്കി. തിരുവാഭരണ പേടകങ്ങൾ രാജകുടുംബാംഗങ്ങൾ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ ശിരസിലേറ്റിയതോടെ ഘോഷയാത്ര ആരംഭിച്ചു. പേരാണ് തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള സംഘത്തിലുള്ളത്. കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഇത്തവണ ഉണ്ടായിരുന്നില്ല. പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ചടങ്ങുകൾ ഒഴിവാക്കിയത്. രാജപ്രതിനിധിയും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നില്ല. പരമ്പരാഗത പാതയിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന സംഘം ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലും 2-ാം ദിവസം ലാഹ വനം വകുപ്പ് സത്രത്തിലുമാണ് വിശ്രമിക്കുക. 3-ാം ദിവസം വൈകിട്ട് 5 മണിക്ക് സന്നിധാനത്ത് എത്തിച്ചേരും. ന്യൂസ് 18 പത്തനംതിട്ട. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ജയരാജ് SN അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.
മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ വി ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി